സാധാരണ ശനി ഞായറൊക്കെ വന്നാൽ ചെമ്മീന്, കൂന്തല്, ഞണ്ട്, ഇങ്ങനെയുള്ള മറ്റേ ഐക്കോര ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ ഉണ്ടാവും. മുയല് ഇതൊക്കെ ഉണ്ടാവും. മീനുണ്ട്, 2-3 ഐറ്റം മീന്, നെട്ടർ, സിലോപ്പി അതൊക്കെ ഉണ്ട്. അതുപോലെ കാട ചില്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് കൊടുവായൂര് കാർഗിൽ ഷാപ്പിലേക്ക് കേട്ടാ. കാർഗിൽ യുദ്ധം നടന്ന സ്ഥലമല്ല, ഇത് ഷാപ്പാണ്. ഇവിടെ നടക്കണ യുദ്ധം വേറെയാണ്. അപ്പോൾ നമുക്ക് ആ ഷാപ്പിലത്തെ വിശേഷങ്ങളും ഇവിടുത്തെ യുദ്ധവും കണ്ടിട്ട് വരാം. ഞങ്ങളങ്ങനെ കാർഗിൽ ഷാപ്പിലെത്തി. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ അവിടെ ഉണ്ടായിട്ടില്ല. കാറൊക്കെ പാർക്ക് ചെയ്തു. ഒരു തെങ്ങിൻതോപ്പിൻ്റെ അകത്താണ് ഈ ഷാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തെങ്ങിൻതോപ്പിൻ്റെ അകത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാം. അതിനുള്ള കുറേ ടേബിളും ചെയറും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ കിച്ചണിലേക്ക് കയറി. നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ അവരപ്പം തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി മസാലയൊക്കെ അങ്ങോട്ട് ചേർത്ത് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരികയായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ. അവർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിച്ചു. അവരിൽ ഒരാളായിട്ട് തന്നെ നമ്മളെ കൂടെ നടത്തി വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കി തന്നു. നമ്മൾ മറ്റേ സാധാരണ ശനി ഞായറൊക്കെ വന്നാൽ ചെമ്മീന്, കൂന്തല്, ഞണ്ട്, ഇങ്ങനെയുള്ള മറ്റേ ഐക്കോര ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ ഉണ്ടാവും. മുയല് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തിന് അവധി ദിവസം അല്ലാത്തത് കൊണ്ട് നമ്മൾ ഐറ്റംസൊക്കെ കുറച്ച് കുറവാക്കിയിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല എന്നുള്ളതിൽ. മീനുണ്ട്, 2-3 ഐറ്റം മീന്, നെട്ടർ, സിലോപ്പി അതൊക്കെ ഉണ്ട്. അതുപോലെ കാട ചില്ലി ഉണ്ട്, കാട ഫുള്ളായിട്ടുള്ളതുണ്ട്. ചിക്കനിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്, ചില്ലിയും അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ ബീഫ് ചില്ലി, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതേപോലെ കള്ളും നമ്മുടെ ചെത്തിക്കണ നല്ല കള്ള്, നമ്മൾ നേരിട്ട് ചെത്തിക്കണ കള്ളാണ്. തനിയുണ്ട്, തെങ്ങുണ്ട്. ഇത്രയൊക്കെ തന്നെ കാർഗിൽ ഷോപ്പിലെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ കൂട്ടുകാരാ, അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ ഇവിടെ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കാണുന്നത്. കൊള്ളിയുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ചില്ലി ബീഫ് ഉണ്ട്, ചില്ലി പോർക്ക് ഉണ്ട്, പിന്നെ കാട വറുത്തതുണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ നൂലപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചേട്ടത്തെ ലൈവായിട്ട് നമുക്കുള്ള ഫുഡ് അവിടെ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേ കടൽ വിഭവങ്ങൾ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായർ തന്നെ വരണം. അങ്ങനെ വരാണെങ്കിൽ ഞണ്ട്, കൂന്തള്, കല്ലുമ്മകായ, കക്ക അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമുക്ക് അതില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ പറഞ്ഞേക്കണ മീൻ ആവോലിയാണ്, വളർത്താവോലിയാണ്. അപ്പൊ അത് ആള് നമുക്ക് വേണ്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോ വറുത്ത് സെറ്റായി നമ്മുടെ ടേബിളിലേക്ക് അത് എത്തിട്ടാ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ ഫുഡ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പറഞ്ഞു, അതേപോലെ തന്നെ ബീഫ്, പിന്നെ കൊള്ളി മീൻ കറി, പിന്നെ അപ്പം, അതുപോലെ തന്നെ ആവോലി വറുത്തത്, പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ, പിന്നെ പോർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോർക്ക്, പിന്നെ ആടിന്റെ ബോട്ടി, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പെണ്ണ് അധികം നോൺ ഐറ്റംസുകൾ കഴിക്കല് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തെങ്ങുകളിൽ വന്നിട്ട് ടച്ചിങ്സ് വരാനുള്ള സമയം നമുക്കില്ല. അതിന് മുന്നേ നമ്മൾ ഇതിന് ടേസ്റ്റ് നോക്കട്ടോ. നല്ല അടിപൊളി കള്ളാണ്. പരിപാടി തുടങ്ങാൻ പോവാ. കൈ വറ തുടങ്ങി, മധുനൂരാണ്ട്, അതാണ് കേസ്. അങ്ങനെ നമ്മുടെ കാർഗിൽ ഷാപ്പിലത്തെ യുദ്ധം നമ്മുടെ കഴിഞ്ഞുട്ടാ. അപ്പോൾ നമ്മൾ നോക്കി നല്ല ഇവിടെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി തെങ്ങും തോപ്പിലൊക്കെ ഇരുന്നിട്ട് കള്ളു കുടിക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആരും പ്രചോദനമായിട്ട് എടുക്കേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇത് പ്രചോദനമാക്കാണ്ട് ഇവിടെ വരാം, ഭക്ഷണം കഴിക്കുക, നല്ല കള്ളു കുടിക്കുക, പോവുക. അങ്ങനെ നമ്മുടെ കാർഗിൽ ഷാപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. നല്ല കള്ളുണ്ട്. കള്ളൊക്കെ കുടിച്ച് നമ്മുടെ പ്രമാണി മത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾ റെസ്റ്റ് എടുത്തോട്ടെ.
പിന്നെ നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ.